ഹായ് കൂട്ടുകാരെ, ഇന്നൊരു ബീഫ് കറി വെച്ചാലോ. ബീഫ് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് പിന്നെ ശകല ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും മസാലയും കുരുമുളക് പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് പുരട്ടി കുക്കറിനകത്ത് വെച്ച് വേവിക്കാൻ വെക്കണേ. ഒരു 5 വിസിലൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേന് ഇറച്ചി വേവും. എന്നിട്ട് കുറച്ച് കൊച്ചുള്ളി ഏറെ ഇടണേ. കൊച്ചുള്ളി ഏറെ ഇടാമെങ്കിൽ നല്ല രുചി കിട്ടും ബീഫ് കറിക്ക്. കൊച്ചുള്ളി ഇട്ട് ശകലം, എന്നിട്ട് ഒരു സവാള ഇടുന്നുണ്ട്. പിന്നെ ശകലം ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി ഇടികല്ലിനകത്ത് വെച്ച് ഇടിച്ച് വെക്കാമേ. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ചെറിയ പാത്രം വെച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് തേങ്ങാക്കൊത്തിടണേ. ആദ്യം തേങ്ങാക്കൊത്തിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പം അതിലോട്ടിൽ ഇടിക്കാൻ വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്, അത് അതിനകത്ത് ഇട്ട് കൊടുക്കണേ. അതിൻ്റെ ഒരു പച്ചമണം മാറിക്കഴിയുമ്പം സവാള ഇട്ട് കൊടുക്കണം. സവാള ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് ആ കൊച്ചുള്ളിയും കൂടി ഇട്ട് നന്നായിട്ട് ബ്രൗൺ കളറാവുന്നതിന് വരെ നന്നായിട്ട് ഇളക്കണേ. ഇളക്കിയൊക്കെ കഴിഞ്ഞിട്ട് ശകലം മുളക് പൊടിയും, അന്നേരം നമ്മൾ കുറച്ച് മുളക് പൊടിയല്ലേ ചേർത്തുള്ളൂ. ഇപ്പോൾ ഒരു ശകലം മുളക് പൊടി, ഒരു സ്പൂൺ മുളക് പൊടി, ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് വേവിച്ച് വെച്ചേക്കുന്ന ഇറച്ചി അങ്ങോട്ട് ഇട്ട് കൊടുക്കണേ. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇടണേ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി അടച്ച് വെക്കാം. ഇനി നമുക്ക് കണ്ടോ, നല്ല കൊഴുത്ത ബീഫ് കറി, നല്ല ടേസ്റ്റാണ്. എല്ലാവരും വെച്ച് നോക്കണേ. നമുക്കൊരു ഏത്തക്കാപ്പം കൂടെ ഉണ്ടാക്കിയാലോ. ശകലം മൈദാമാവും ശകലം കടലമാവും ശകലം അരിപ്പൊടിയും മഞ്ഞൾപ്പൊടി ശകലം ജീരകവും ഒരു സ്പൂൺ പഞ്ചസാരയും ഉപ്പും ഒക്കെ ഇട്ട് നന്നായിട്ടത് കുഴച്ച് വെക്കണേ. കുഴച്ചൊരു 10 മിനിറ്റ് മാറ്റി വെക്കണേ. മാറ്റി വെച്ചതിന് ശേഷം ഏത്തക്ക കഴുകിയിട്ട് അത് പൊളിച്ച് അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കീറി അതിനകത്തിട്ട് നന്നായിട്ട് പുരട്ടിയതിന് ശേഷം ഒരു പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ചൂടാകുമ്പം ഇത് ഓരോന്ന് പരക്കിയിട്ടാൽ മതി. പരക്കിയിട്ട് മൂത്ത് കഴിയുമ്പം തിരിച്ചിടണം. നല്ല മൊരിഞ്ഞ അരിപ്പൊടി ചേർത്തുകൊണ്ട് നല്ല മൊരിഞ്ഞിരിക്കുമേ, കറുമുറാന്നിരിക്കുന്ന ഏത്തക്കാപ്പമായിരിക്കുമേ. അരിപ്പൊടി ചേർത്താൽ അങ്ങനെ നല്ല കറുമുറാന്നിരിക്കുന്ന ഏത്തക്കാപ്പം കിട്ടും. ഏത്തക്കാപ്പവും ബീഫ് കറിയും നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് കഴിച്ച് നോക്കണേ. ഏത്തക്കാപ്പവും ബീഫ് കറി നല്ല രുചിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.